ഓടിച്ചാടി വന്നിട്ട് നമ്മളെങ്ങനെ ചില്ലി അങ്ങോട്ട് കൊണ്ടുപോയി എന്ന് പറയാൻ ഭയങ്കര സീനായിരുന്നു. സോ ഇപ്പം ഇവിടെ ഒരു മിഷൻ കാണിക്കുന്നുണ്ട് കേട്ടാ. ഈ ഒരു മിഷൻ തന്നെ നമുക്ക് ഫസ്റ്റ് തുടങ്ങാം. ഓക്കെ, ഒരു 100 സംതിങ് മീറ്റർ അപ്പുറത്തായിട്ടാണ് കാണിക്കുന്നത്. എനിക്കൊന്നും നമ്മൾ ഈ കുന്നിന്റെ മുകളിൽ ചാടിച്ചാടി അങ്ങോട്ടേക്ക് പോകുന്നത്. ഓക്കെ, ഇതുവഴി തന്നെ ലെറ്റ്സ് ഗോ, നമുക്ക് പോവാം. ഹെൽത്തൊക്കെ കുറയുന്നുണ്ട്. അവിടെ എത്തുമ്പോ ബാക്കി ഉണ്ടാവുക. രണ്ടൊരു തൊപ്പിക്കാരൻ. ഹലോ, അവിടെ എന്താണ്? സ്ക്രാപ്പ്. ഗൈസ്, സ്ക്രാപ്പ് കിട്ടുമ്പോ മാക്സിമം നമ്മൾ സ്ക്രാപ്പ് ഒക്കെ എടുത്തു വെക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പണിയാവും. ഹലോ ഏട്ടാ, തൊള്ളവർക്കത് ഇങ്ങനെ പുഴയിൽ നോക്കി നിൽക്കണ തൊള്ളവർക്ക്. അങ്ങനെ പണ ഒന്നും മനസ്സിലായില്ല. ഓക്കെ 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 ഗൈസ്, ഇയാളുടെ കയ്യിലില്ലേ കുറെ സ്ക്രാപ്പ് മെറ്റൽസ് ഉണ്ട്. എന്നിട്ട് ആടായിരുന്നു ചോദിപ്പ് തരില്ല. എന്താന്ന് വെച്ചാല് ഇവര് നമ്മളൊരു ബുക്ക് എടുത്ത് കൊണ്ടു കൊടുക്കണം, ഒരു ജോലി ചെയ്ത് കൊടുക്കണം. അതായത് ഇവന്റെ ഒരു ബുക്ക് അപ്പുറത്തേതോ പറമ്പിലായിട്ടുണ്ട്, അതെടുത്ത് കൊണ്ടു കൊടുത്താൽ മാത്രമേ നമുക്ക് കുറെ സ്ക്രാപ്പ് മെറ്റൽസ് തരുന്നു പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് സ്ക്രാപ്പ് മെറ്റൽസ് അത്യാവശ്യമാണ്. വരുമ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഫ്യൂച്ചർ അതിൽ പോകണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പറയാട്ടാ. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും അതുകൊണ്ടേക്ക് എടുത്തു കൊടുക്കാം. അതുകൊണ്ട് നമ്മുടെ ട്രെയിൻ എടുത്തിട്ടുണ്ട്. ലെസ്കോ ദാണ്ട് അവിടെ ഒരു മിഷൻ കാണിക്കുന്നുണ്ട്. നമുക്ക് 2 സൈഡിലേക്കായിട്ട് പോകാനുണ്ട്. അപ്പൊ ഒരു സൈഡിൽ നമ്മൾ ആദ്യം പോയി കഴിഞ്ഞിട്ട് പിന്നെ അത് തിരിച്ചു വരും. ഫ്യൂച്ചർ ഇവിടെ എവിടെയും ഉണ്ടാവുക. ഓക്കെ, സ്ക്രാപ്പ് 3 തന്നെ ഇല്ലു. നമുക്ക് ട്രെയിൻ ഹെൽത്ത് മാത്രം അങ്ങോട്ട് കൂട്ടി വെക്കാം. വേറെ ഒന്നും ചെയ്യാനില്ല. സ്ക്രാപ്പ് എന്റെ കയ്യിൽ ലെസ്കോ. നമ്മൾ ദാണ്ട് അങ്ങോട്ട് തന്നെ പോകുന്നത്. ഒരു 210 മീറ്ററും കൂടെ അവിടെ എത്തിക്കാൻ നമുക്ക് അടുത്ത പരിപാടി നോക്കായിരുന്നു. സ്റ്റോപ്പ് നിർത്തി. ഓക്കെ, അയ്യോ ട്രെയിന്. ട്രെയിൻ അവിടെ നിന്നാ മതിയായിരുന്നു. പണ്ടാടിയിരുന്ന് നിർത്തിയ പെട്ടെന്ന് നിൽക്കൂലേ, ചടപടാന്നിട്ട് ഇങ്ങോട്ട് പോകും. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ബുക്ക് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നട്ടാ. ഇത് താക്കോല് ഇവിടെ തന്നെ ഉണ്ടാവോടി. ഇത് തുറക്കാൻ പറ്റുമോ? തുറക്കാൻ പറ്റും. നോ പ്രോബ്ലം ഗൈസ്. ഓക്കെ, ഒരു സ്ക്രാപ്പ് ഉണ്ട്. ബുക്ക് എവിടെ? ഇതെന്താണ്? ഇതെന്താ ഹാമർ ഒക്കെ? ഇതെന്താ സംഭവം? ബുക്ക് എവിടെ? സ്ക്രാപ്പ് കിട്ടുന്നുണ്ട് കേട്ടാ. പക്ഷെ ബുക്ക് ഐ ഡോണ്ട് നോ. ഇത് പുറത്തേക്കുള്ള വഴിയാ? അല്ലല്ല, ഇത് അകത്തേക്കുള്ള. നമുക്ക് ബുക്ക് കിട്ടി. എന്തൊരു ചേണൽ അങ്ങനെ എന്തോ ആയിരുന്നു അയാൾ പറഞ്ഞത്. സോ നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് അയാൾക്ക് കൊടുക്കാം. അപ്പൊ അയാൾ നമുക്ക് കുറെ സ്ക്രാപ്പ് തരും. നമ്മളിപ്പോ പുറകോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടെ എത്തുമ്പോ ആ തൊപ്പിക്കേണ്ട അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു. ഇനി നമ്മൾ ആ സാധനം കൊണ്ടു കൊടുത്തിട്ട് സ്ക്രാപ്പ് എടുത്തിട്ട് നമ്മൾ തിരിച്ച് നേരെ ഫ്രണ്ടിലേക്ക് ആദ്യം വരണോട്ടാ. എന്നിട്ട് അവിടുന്ന് റൂട്ട് മാറിയിട്ട് നമുക്ക് പോകാനുണ്ട്. ഓക്കെ, ഇവിടെ ഉണ്ട്. അടി ഇങ്ങനൊന്നും പറ്റിയില്ല. ട്യൂഷൻകാർക്ക് ഇങ്ങോട്ട് വന്നില്ല എന്ന് തോന്നട്ടാ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അടി ഇതൊന്നും നമുക്ക് വിഷയമില്ല കാര്യമില്ല. ഓക്കെ ഗൈസ്, ഈ ഒരു തൊപ്പിക്കാരൻ നമുക്ക് സ്ക്രാപ്പ് തന്നിട്ടുണ്ട്. നമ്മുടെ ബാഗിലുണ്ട്. ആദ്യം നമുക്ക് നെക്സ്റ്റ് പോകേണ്ട സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ 2 ഭാഗത്തേക്ക് വഴി പോകുന്നില്ലേ, അവിടുന്ന് വലത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. സോ നമുക്ക് ഗൈസ് ഇതേണ്ട 38 സ്ക്രാപ്പ് നമുക്ക് തന്നത്. താങ്കു സേട്ട, താങ്കു ഊമിക്കൂ. ആദ്യം ഇവിടെ വേറെ ഏതെങ്കിലും സ്ക്രാപ്പ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതാ ഒന്ന് കിട്ടി. ഇവിടെ ഒരു മഞ്ഞപ്പെട്ടി. ഓക്കെ, തുറന്നോക്കാം. ഇതിന്റെ സ്ക്രാപ്പ്. കിട്ടി. ആളിയ ഗൈസ്, നമുക്കിപ്പോ കുറെ സ്ക്രാപ്പ് കിട്ടിയട്ടാ. ഇത് നമുക്ക് ട്രെയിൻ ഹെൽത്തും സ്പീഡും. അയ്യോ ചോൾസിന്റെ സൗണ്ട്. ട്രെയിനെടുക്ക്. അയ്യോ എവിടുന്ന സൗണ്ട്? പേടിപ്പിക്കല്ലേ. ഓക്കെ, ട്രെയിൻ ഹെൽത്ത് അങ്ങോട്ട് കൂട്ടാം. ഓക്കെ, സ്പീഡ് ലെവലും കൂടെ. ഓക്കെ, ഇനിയൊന്നും കൂട്ടല്ല. എവിടുന്നാണ് ആ സൗണ്ട് കിട്ടിയത്? കിട്ടൂലട്ടാ. എവിടെയായ കാട്ടിന്റെ അകത്ത് നിങ്ങൾ ആരോണ്ട് വരും, ഒന്നും പറയാൻ പറ്റൂല. ഓക്കെ, ഇതങ്ങോട്ട് ചെക്കാം. ആളിയാ, നമുക്ക് വലത്തോട്ടാണ് പോകേണ്ടത്. ഇടത്തോട്ട് ഓൾറെഡി നമ്മൾ പോയതാണ്. ആ ഒരു ബുക്ക് എടുക്കാനില്ലേ. നമ്മളിപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരം ഉണ്ട് തോന്നക്കാട്ടേക്ക്. അവിടെ 2 മിഷൻ ഉണ്ട്. വെപ്പൺ മിഷൻ ആൻഡ് റിക്രൂട്ടഡ് മിഷൻ. അങ്ങനെ എന്തോ തേങ്ങാപ്പോലെ സാധനം ഉണ്ട് ഗൈസ്. നമ്മൾ അടുത്തേക്കാണ് ഇപ്പൊ പോകുന്നത്. കാരണം നേരത്തെ ചൂച്ചൂച്ചാൽസിന്റെ സൗണ്ട് മാത്രമേ കേട്ടില്ല. പിന്നെ അവരെ കണ്ടില്ല കേട്ടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാണ്ടിരിക്കണ. ഓക്കെ, ഇല്ല. സോ നമുക്ക് നേരെ അപ്പുറത്ത് പോയിട്ട് 2 മിഷൻ കംപ്ലീറ്റ് ആക്കാനുണ്ട് കേട്ടാ. ഓക്കെ, സ്റ്റോപ്പ്. ലെറ്റ്സ് ഗോ. അലിയ 150 മീറ്റർ ആയിട്ടുണ്ട്. അവിടത്തേക്ക് ഓടിപ്പോകുമ്പോഴത്തേക്കും ചാൻസ് വരുമോ ബൈക്കില്? ആർക്കറിയാം. വന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം അതാ ഹുവ. അയ്യോ കേട്ടാ, എന്താണ് സംഭവം? ചാൻസിനെ കണ്ടെങ്കിൽ ന്യൂ എപ്പോഴും ഉണ്ടെന്നാ പറയുന്നത്. ഓളിയോ I've been wanting to see Warrington rumble for a long time. So Bill, now that you're here, ഏതൊരു ബങ്കറിൽ കുറച്ച് റോക്കറ്റ് ഉണ്ട്, അതെടുത്ത് കൊണ്ടുവരണമെന്നാ പറഞ്ഞത്. ഇനി നമുക്ക് യൂസ് ചെയ്യാനാണോ അല്ലെ ഇവന് കൊണ്ടു കൊടുക്കാനാണോ എന്ന് ഐഡോണ്ടോ. അയ്യോ ധാരാണ് ഏജന്റ് അനിയനാ. അതേപോലെ ഉണ്ടല്ലേ. ശരിയെന്നാ എന്റെ പേരൊക്കെ കിട്ടി. ഞാനെന്താക്കാനാണ്? യൂട്യൂബ് ചാനൽസ് ഒരു മോനോട് പറയാൻ എന്റെ പേര്.
ഓക്കെ, ഒരു താക്കോല് നമുക്ക് തന്നട്ടാ. എനിക്ക് തോന്നുന്നു മേ ബി ഈ ഒരു താക്കോൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് ആ ഒരു മൈലിലേക്കുള്ള താക്കോലായിരിക്കും. അതായത് ആ താക്കോലിട്ട് തുറന്നതിന് അതിന്റെ അകത്ത് വേറൊരു മുട്ട ഉണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട്. ഇതാണ്ടെ മറ്റേ ഒരു സ്പ്രാക്ക് അല്ല എന്താണ് ഇതിന്റെ പേര്, എന്തൊരു തേങ്ങ, അതിന്റെ ഡൈനാമിറ്റ് കൂടെ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് അതിന്റെ അകത്തേക്ക് പോകണം. ഓ ഗൈസ്, താണ്ടെ ഇവിടെ എവിടെയോ ആണ് നമ്മളെ റോക്കറ്റിൽ. ഇതെന്താണ്? അയ്യോ, ഞാനെന്തോ പിടിച്ച് ഞെക്കി ഉണ്ടി അങ്ങോട്ട് വിട്ടട്ടാ, എന്താന്നറിയില്ല. അയ്യോ പൊന്നെ, എന്താണ് അതെന്താ ഡൈനാമിറ്റ് വെച്ചായിരുന്നു നമ്മളതില്. ഓ ഇവിടെ പൊട്ടി എന്തോ. ഓ ഇതാണ്ട് ഇവിടെ ഒരു സ്ക്രാപ്പ്. ഓക്കെ ഗൈസ്, എന്തോ നമ്മൾ പൊട്ടിച്ചായിരുന്നു. ഓടാ കിട്ടി കിട്ടി കിട്ടി. എടാ നമ്മളെ മറ്റേ റോക്കറ്റില്ലേ അവന്മാര് പറഞ്ഞേ, ആ ഒരു വലിയ മസിലിനടുത്തും പറഞ്ഞില്ലേ റോക്കറ്റ് വേണമെന്നേ. ആ ഒരു റോക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നേരെ നമ്മളിത് കൊണ്ടുപോയിട്ട് അവന് കൊടുക്കണം. അതാണ് നമ്മുടെ പരിപാടി. ഓക്കെ, ഇവൻ നമുക്ക് മറ്റേ സാധനം തന്നെന്ന് എനിക്ക് തോന്നട്ടാ റോക്കറ്റ് ലോഞ്ചർ. സാധനം കിട്ടിയില്ലേ? ഇത് വയോട്ട് വെറുതെ മനുഷ്യരെടുക്കാൻ ആക്കണേ മാണ്ടട്ടോ. ഒറ്റടി ഇങ്ങോട്ട് തന്നിട്ടില്ല. സാധനം കിട്ടിക്കഴിഞ്ഞിട്ട് തനി കുണന്നി കാണും. മാണ്ടട്ടാ ഓന്റെ ചെറുവിന്റെ മസിലുണ്ടാ നമ്മൾ മേടിക്കുന്നത്, അതൊന്നും പിടിക്കൂല. ഓക്കെ, ഇതിന്റെ മുകളിൽ കുറച്ച് സ്ക്രാപ്പ്. ഓക്കെ കിട്ടി. ഓക്കെ സ്റ്റാർട്ട്, ലെറ്റ്സ് ഗോ. അടുത്ത് എവിടെ പോകേണ്ടത്? കുറച്ച് ലോങ്ങിലാണ് ഗൈസ്, കുറച്ചല്ല കേട്ടോ, നല്ല ലോങ്ങിലെത്തണം. അയ്യോ എവിടുന്ന് വരുന്നുണ്ട്? എവിടെ? അതെവിടെയോ പോയി. കറക്റ്റായിട്ട് തൊള്ളയിലേക്ക് വെച്ചു. അല്ല പിന്നെ കണ്ണോടാണ് കളി. നമ്മൾ ട്രെയിനിന്റെ കാര്യം തീരുമാനമാക്കിയതാവുന്നു. കോഴിക്കോട് സ്ക്രാപ്പ് നോക്കട്ടെ. ഓ ട്രെയിൻ ഹെൽത്തേ ഇല്ല കേട്ടാ. എവിടുന്ന പെട്ടെന്നാവും വന്നത്? നമ്മൾ നെക്സ്റ്റ് ആ ഒരു മുട്ട എടുക്കാൻ പോകുന്ന ഒരു മനസ്സിലായി എന്ന് തോന്നട്ടാ. ആ ഒരു ടൈമിലോ കറക്റ്റ് ആയിട്ട് ഓടിപ്പാടി അങ്ങോട്ടേക്ക് വന്നിന്. എന്ത് പൊന്നുകൈ ഇപ്പൊ തീർന്നേനെ. ഓ അതാ തീ ഒരുത്തിന് അതിലേ. അയ്യോ കണ്ട് ഓടിക്കോ. അമ്മിക്കോട്ട് ചേട്ടൻ അയലാന്ന് മറന്നല്ല. ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല, വരട്ടെ വരട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുത്തിന് അൽപ്പാൻ പഠിച്ചില്ലേ, അത് ഇടയ്ക്ക് ഇവനെ ഞങ്ങളുടെ അൽപ്പാമാക്കാം. ഓക്കെ വരട്ടെ. ഇങ്ങോട്ടേക്ക് പോകാൻ മനസ്സിലായിരുന്നു. ഓക്കെ എവിടെ പോയാ? അത്രയല്ലോ ഗൈസ്. നമ്മൾ മറ്റേ അൽഫാം അടിക്കുന്ന ഗണ്ണിടാൻ മറന്നുപോയി. ഇത് വേറെ ഗണ്ണായിരുന്നു. സോ കുഴപ്പമില്ല, അവനെന്തായാലും തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഴപ്പമൊന്നുമില്ല ഗൈസ്. നമുക്ക് നൈസായിട്ട് പോയിട്ട് നമ്മുടെ ആ ഒരു ചൂച്ചു ചാൽസിന്റെ മുട്ടയൊക്കെ എടുത്തിട്ട് വരാം. എന്തെങ്കിലും വളഞ്ഞിട്ടൊക്കെ കിടക്കണ്. ഈ ഒരു മൈനിന്റെ അകത്ത് വന്നിപ്പോ ഞാൻ ഭയങ്കരമായിട്ട് ഹൊറർ ഫീൽ വരുന്നത് ഗൈസ്. ഓ മൈ ഗോഡ്, ഇതിനകത്ത് ചൂച്ചു ചാൽസ് വരില്ല എന്ന് ഉറപ്പാണ്. അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് എവിടെയാണ് നമ്മുടെ മുട്ടയുള്ളത്? ഐ മീൻ നമ്മുടെ മുട്ടയല്ല, നമ്മുടെ ചൂച്ചു ചാൽസിന്റെ ആ എഗ് ഉള്ളത് ഇതിന്റെ അകത്ത് എവിടെയാണ്. ഒന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി ഒറ്റൊന്നും കൂടെ കിട്ടണം. ഇതെന്താണ് ബോക്സ്? സ്ക്രാപ്പ് ഉണ്ടാവുക, അത് തുറക്കാൻ പോലും പറ്റൂലേ. ഓക്കെ ഗൈസ്, നമുക്കില്ലേ സ്ക്രാപ്പ് ഇവിടുന്ന് 2-3 കിട്ടുന്നുണ്ട്. സോ നമുക്ക് പോയി. അയ്യോ അയ്യോ ഒരു ഗാർഡല്ലറി, ഇനിയും ഗാർഡ്സ് ഉണ്ടെന്നാ തോന്നട്ടാ. ഇവിടെ ആരുമില്ല പറ്റ. അയ്യോ ഇവൻ ചന്തിക്കിട്ടോടിയൊക്കെ വഴിയും മറന്നുമില്ല പണ്ടാടുന്നതായിട്ട്. ആ വരുന്നിട്ട് 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 കരിച്ചുകളങ്ങട്ട് അല്ല പിന്നെ 2 ഗാർഡ്സ് ഉണ്ടായിട്ടാ. ഞാൻ വിചാരിച്ചു ഒറ്റ ഗാഡേ ഒരു മൈലിലുണ്ടാവുന്നേ. രണ്ടാമത്തെ മുട്ട എവിടെ? ഐ ഡോണ്ട് നോ. ഓ ഇവിടെ ഒരു ലിവർ. ഓക്കെ വിളിച്ചിട്ടുണ്ട്. എന്ത് നടന്നോ? ആർക്കറിയാം, എനിക്കറിയില്ല. ഓ ഗൈസ് കിട്ടി കിട്ടി കിട്ടി, സംഭവം കിട്ടി. താണ്ടിപ്പോട്ട് അങ്ങനെ പോകുന്നത്. ഓക്കെ നീല മുട്ട കിട്ടി ഗൈസ്. ഓക്കെ നമുക്ക് ഓരോ സൗണ്ട് കേൾക്കുന്ന പോലെ എനിക്ക്. ഓ അതാ, ഓ മൈ ഗോഡ്, ഗാർഡ് തീർന്നിട്ടാട്ടെ ഇനിയുണ്ട്. അയ്യോ കട്ടി എന്റെ പൊന്നൊളിയാ, ഓടിക്കോ. ഓ മൈ ഗോഡ്, അയ്യോ ഇവിടെ വഴിയില്ല. വേണം ഒരു മിനിറ്റ്, ഇവിടെ വഴിയില്ല, അപ്പുറത്തെ ഓടാ. അയ്യോ ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ്, ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. നിക്കണ്ട ഗൈസ്, ഇപ്പൊ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തീരും ഉറപ്പാണ്. ഓടം കിട്ടി. ഓ ഇവിടെ ലിവർ. ഓക്കെ അങ്ങോട്ട് പോവാം. എനിക്ക് കുഴപ്പമില്ല, ഒറ്റ ഓട്ടം കണ്ട് ഓടിയാൽ മതി. ഇനി എനിക്ക് വഴിയറിയാം. നോ സീറ്റ്. എന്റെ പൊന്നോ. നമ്മുടെ നെക്സ്റ്റ് മിഷൻ എന്ന് പറയുകയാണെങ്കിൽ അടുത്തന്നെയാണ് കേട്ടോ. ഒരു വളവ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവിടെ എത്തും. സോ നമ്മുടെ കയ്യിൽ 6 സ്ക്രാപ്പ് ഉണ്ട്. നമുക്ക് ഹെൽത്ത് മാത്രം അങ്ങോട്ട് കൂട്ടി വെക്കാം. അതിന് നമ്മുടെ കയ്യിൽ ഇപ്പൊ 2 മുട്ടയുണ്ട് കേട്ടാ. നമ്മുടെ ചൂച്ചു ചാൽസിന്റെ 2 മുട്ട നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഒരു പച്ച ആൻഡ് ഒരു നീല. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ നെക്സ്റ്റ് മിഷൻ വരുന്നത്. ഇവിടെ എന്ത് മിഷനാണെന്ന് എനിക്ക് അറിയില്ല. നമുക്ക് എന്തായാലും പോയിട്ട് നോക്കാം. ഓക്കെ ഒരു സ്ക്രാപ്പ് കിട്ടി. നൈസ്. അതൊക്കെ അത്രയുള്ളൂ ഗൈസ്.
അത് ഇവിടെയൊക്കെ സ്ക്രാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം എടുത്തു വെക്കണം കേട്ടോ. ഇതെന്താണ് അരനീറം മുനിസിപ്പൽ ബിൽഡിംഗ്. ഓ മറ്റേ ഈ ഒരു ഐലൻഡിന്റെ പേര് ഇങ്ങനെ എന്തോ അല്ലായിരുന്നോ? ആരനീറം അതെ. ഓ എന്തോ മുനിസിപ്പൽ ബിൽഡിംഗ് ആണ് കേട്ടോ ഇത്. ഓക്കെ നോക്കട്ടെ. ഓ ഇതാണ്ട് ഒരു മൈനൊക്കെ ഒന്നിച്ച് എടുക്കണേ. ഹലോ എവിടത്തേക്കാ നോക്കിയേക്കണ? ചന്ദ്രനെയാണ് എല്ലാം ചോദിച്ചാൽ തരുന്നുണ്ടോ? ഓ അതെ എടാ ഇത് മറ്റേ യൂജിന്റെ മോനാണ് ഇത്. എനിക്ക് വലുതായിട്ടൊന്നും മനസ്സിലായില്ല. പക്ഷെ ഇവനെന്തോ ഒരു സാധനം നമ്മൾ തന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു മാപ്പിൽ കാണിക്കുന്ന ഈ ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് നോക്കണമെന്ന്. എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല. പക്ഷെ ഇത് യൂജിന്റെ മോനാണെന്ന് തോന്നട്ടാ. നമുക്ക് തന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇതാണ് എന്താണ് എക്സ്പ്ലോസീവ്സ്. അതായത് ഈ ഒരു പാലം പൊട്ടിക്കേണ്ട കുറച്ച് സാധനങ്ങളാണ് നമുക്ക് തന്നത്. കണ്ടാ ഇവിടെ വിറ്റാക്കണം. ഞാൻ വേഗം നോക്കിയതാ എനിക്ക് കാണാൻ പറ്റിയത് ഈ ഒരു സാധനമായിരുന്നു തോന്നുന്നു. സോ ഗയ്സ് ഇതിന്റെ എല്ലാ കാലിലും നമുക്ക് ഇതേപോലെ ഫിറ്റ് ആക്കണം. ഓക്കെ സോ നമ്മൾ 8 എക്സ്പ്ലോസീവ്സ് ഈ പാലത്തിന് ചുറ്റും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ടില്ല ഒരു മീശക്കാരൻ, അവന്റെ അടുത്തേക്ക് ഒന്നും കൂടെ പോകണം കേട്ടാ. സോ നമ്മുടെ ട്രെയിൻ ഇവിടെ തന്നെ ഉണ്ട്. ചൂച്ചാൽസ് വരാനായില്ല എന്ന് എനിക്ക് തോന്നുന്നു. സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. ഓക്കെ എല്ലാം സെറ്റ് ആയി. നീളൂരിലും ബ്രിഡ്ജാണ് നമ്മളിപ്പം ആ ഒരു എക്സ്പ്ലോസീവ് വെച്ചത്. നമ്മളിത് ഓക്കെ എന്തോ ടെമ്പിളിന്റെ താക്കോൽ എങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടാ. ഇനി മൈനിന്റെ താക്കോലാണ്. ഓ അത് ഭയങ്കര ലോങ് ആണ്. എന്തോ ടെമ്പിൾ എന്നോ പറഞ്ഞത്, മൈനല്ലാന്ന് തോന്നട്ടാ. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല ബട്ട് ഭയങ്കര ലോങ് ആണത്. കുറെ ചുറ്റി പോകാനുണ്ട്. അതിന് മുന്നേ നമുക്ക് 2 മിഷനും കൂടെ കാണിക്കുന്നുണ്ട്. ഒരു വെപ്പൺ മിഷൻ ആൻഡ് വേറൊരു മിഷനും കൂടി ഉണ്ട്. അതാണ് ഓ ഈ മുള്ളുവേലിക്ക് കൊണ്ടായിരുന്നു നമ്മുടെ ഹെൽത്ത് പറഞ്ഞാണ്. ഒരു വെപ്പൺ അല്ല ലമ്മച്ചി പറയാന്. അതെ എന്നെ കാണുമ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടാ. എന്തോ ബോബിന്റെ മെമ്മറി ഓഫ് അണിയാ എന്തോ പറയണത്. ഇവർക്കൊന്നും മനസ്സിലായില്ല. എന്തായാലും ഏതോ ഒരു സ്ഥലത്തേക്ക് നമ്മളോട് പോവാൻ പറഞ്ഞിട്ടുണ്ട് മാപ്പില്. ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോയി നോക്കാം. അതിനിപ്പെട്ട് ഞാൻ അവിടുത്തെ സ്ക്രാപ്പ് ആക്കാനായിട്ട് എടുക്കട്ടെ. ഓക്കെ നമുക്ക് പോവാൻ പറയുന്ന സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ ഒരു 2 വളവുകളിൽ എത്തും കേട്ടാ. ഓക്കെ ആ ഒരു സ്ഥലത്ത് നമ്മൾ പോയി നോക്കണം. എന്തോ ഒരു ക്യാമ്പാണ് അവിടെ. എന്തിനാ അവിടെ നമ്മളോട് പോവാൻ പറഞ്ഞതെന്ന് ആക്ച്വലി എനിക്കറിയില്ല. സോ ഗൈസ് നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. അവിടെ എന്ത് തേങ്ങാക്കൊലയില്ലെന്ന് ഐ ഡോണ്ട് നോ. എന്തോ ഒരു ക്യാമ്പാണെന്നാ പറഞ്ഞത്, എനിക്കറിയില്ല. ഓക്കെ ഇവിടെ ഒരു മിഷൻ ഉണ്ട്. ഇതും കൂടെ തീർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ ആ പെണ്ണുമ്പിള്ള പറഞ്ഞ ഒരു ക്യാമ്പിലേക്ക് പോവാം. ഹലോ Radiant glory. Radiant Glory. Trusted me with a key to one of the mines containing. But before I give it to you, നമുക്ക് താക്കോൽ തരുന്ന തോന്നട്ടാ നെക്സ്റ്റ് മൈനിന്റെ. pyramid of sorts with a curious prism located at the top. The prism seems to have been designed for one purpose. 3 monster eggs. 3 slots are carved in. ഇവൻ മോൺസ്റ്റർ എക്സിനെ ഡിസ്ട്രോയ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. എന്തോ ഒരു മാപ്പിൽ എന്തോ ഒരു സ്ഥലത്തേക്ക് നമ്മളോട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് നെക്സ്റ്റ് മൈൻഡ് താക്കോൽ എങ്ങനെ തന്നതായിരിക്കും. നമുക്ക് എന്തായാലും പോയി നോക്കാം എന്താ പരിപാടി. അവിടെ എത്തിയാലും മനസ്സിലാവും. ഇപ്പൊ 2-3 സ്ഥലത്തേക്ക് നമുക്ക് പോകണം. ആദ്യം പോകേണ്ടതെന്ന് പറയുകയാണെങ്കിൽ അത് ഈ ഒരു ലമ്മച്ചി പറഞ്ഞ ഈ ഒരു സ്ഥലത്തേക്കാണ്. അത് കഴിഞ്ഞിട്ട് മറ്റോ പറഞ്ഞ ആ സ്ഥലത്തേക്കും കൂടെ പോയി നോക്കാം. ഐ ഡോണ്ട് നോ ഗൈസ് അവിടെ എന്തുണ്ടാവുന്നു. ഓക്കെ ഏകദേശം നമുക്ക് ഇതുവഴി തന്നെയാണ് പോകേണ്ടത് ഗൈസ്. ആ ലമ്മച്ചി പറഞ്ഞ ആ ഒരു സ്ഥലത്ത് എന്താ സംഭവം. ഓ അതാണ്ട് ഗൈസ് അവിടെ ഗാർഡുണ്ട് കേട്ടാ. ഇവിടെ ഗാർഡുണ്ട്. നോക്കിയും കണ്ടും കളിച്ചിട്ട് സൗണ്ട് ഫയറപ്പിച്ച് അയ്യോ അടുത്തുണ്ടായിരുന്ന. ഓ മൈ ഗോഡ് ഗൈസ് ഇവിടെ ഗാർഡ്സ് 1 അല്ല 2 അല്ല കുറേ ഉണ്ടെന്ന് എനിക്ക് തോന്നട്ടാ. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ട്രെയിനിൽ കയറി അങ്ങോട്ട് ഫയർ ചെയ്യാം. എവിടെ ഇങ്ങനെ വേറെ അയ്യോ കുറേ പേരുണ്ട്. ഓ മൈ ഗോഡ് ഗൈസ് ഇത് പണി പാടുന്നു. ഓക്കെ ലോഞ്ച് എന്നൊക്കെ നടപടി അവിടെ പൽസാമ് തൊമ്മരെ എമ്മാതിരിയാണ് അടിക്കണത്. ഒരു മര്യാദ വേണ്ടേ? എന്താണത്? പള്ളി എനിക്ക് നല്ലോണം പയർ കൊള്ളുന്നുണ്ടല്ലോ. ഓക്കെ പിന്നെ ഔട്ടായി. ആടിപ്പൊളി. നമ്മൾ ഇവിടുന്നെല്ലാം ശ്രദ്ധിച്ച് കളിക്കണം കേട്ടോ. അതായത് നമ്മളെ അവന്മാര് കാണാൻ പാടില്ല. അവന്മാര് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു തേനീച്ച കൂട്ടം വന്നിട്ട് നമ്മളെ പൊതിന്നൊക്കെ അങ്ങോട്ട് പൊന്നിട്ട് നമ്മളെ കാര്യം ഒരു തീരുമാനമാക്കും. അപ്പൊ അവന്മാരെ കാണാണ്ട് വേണം ഓരോരുത്തന്മാരായിട്ട് നമ്മൾ തീർക്കാൻ വേണ്ടിയിട്ട്. സോ ഗൈസ് നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ആക്കാനാവുന്നത്. നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നമ്മളെ ചൂച്ചുചാൽസിന്റെ നെക്സ്റ്റ് 3ാമത്തെ മുട്ടയൊക്കെ കണ്ടുപിടിക്കണം. അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. സോ നമുക്ക് ഇവിടെ വെച്ച് ഇത് എന്തായാലും എന്താക്കാം. അതിലൊപ്പെട്ട ലൈക്ക് അടിച്ചില്ലെങ്കിൽ മസ്റ്റായിട്ട് ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആ ചോപ്പ് സാധനം പിടിച്ച് വെക്കുക.